ഉത്തരാഖണ്ഡിലെ ദരാലി ഗ്രാമത്തെ തുടച്ചു നീക്കി ഉത്തരകാശിയിലുണ്ടായ മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലും. ഖീർഗംഗയിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം പ്രദേശത്തെ നിരവധി വീടുകളെയും കെട്ടിടങ്ങളെയും ഒലിപ്പിച്ചു കൊണ്ടുപോയി. 4 പേർ മരിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഔദ്യോഗിക വിവരം. 60-ലധികം പേരെ കാണാതാകുകയും ചെയ്തു. ഇന്ത്യൻ ആർമിയും ദേശീയ ദുരന്ത നിവാരണ സേനയും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, രക്ഷപ്പെടുത്തിയവരുടെ എണ്ണം പുറത്തു വരുമ്പോഴും എത്ര പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കാനാവാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്രയും വലിയൊരു ദുരന്തം അപ്പോഴും സൈന്യവും ITBP സംഘങ്ങളും എല്ലാം സ്ഥലത്തെത്തുന്ന സാഹചര്യത്തിലും വീണ്ടും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് രക്ഷാപ്രവർത്തനത്തെ തന്നെ ദുർഘടമാക്കുന്ന ഒരു വലിയ വെല്ലുവിളി ഉയർത്തുകയാണോ? ഇപ്പോഴത്തെ വിവരങ്ങൾ എങ്ങനെയാണ്? അപർണ, ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഇത്തരത്തിൽ ഖീർഗംഗയിലൂടെ ഒരു മിന്നൽ പ്രളയം ധരാലി എന്ന് പറയുന്ന ഗ്രാമത്തെ തകർത്ത് കളഞ്ഞത്. പൂർണ്ണമായും ആ ഗ്രാമം ഇല്ലാതായിരിക്കുന്നു. ഗ്രാമം ഇല്ലാതായി എന്നുള്ളത് മാത്രമല്ല, ആ ഗ്രാമത്തിലേക്കുള്ള വഴികളും പാലങ്ങളും എല്ലാം തകർത്തുകൊണ്ടാണ് ഈ ഖീർഗംഗയിലെ വെള്ളം ആ വഴി പാഞ്ഞു പോയത്. എന്തായാലും 250 മുതൽ 300 ആളുകൾ വരെ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ 20ഓളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 100ഓളം പേരെ കാണാതായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം നമുക്ക് വരും മണിക്കൂറുകളിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലാണ് നടക്കുന്നത്. പ്രദേശത്ത് ഇന്ത്യൻ ആർമിയും ITBPയും NDRF സംഘങ്ങളും അവിടെ ഉണ്ടെങ്കിലും ഈ രക്ഷാപ്രവർത്തനം നടത്താൻ മഴ അവിടെ വലിയൊരു തടസ്സമായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റോഡും പാലങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ സംഘാംഗങ്ങളെ അങ്ങോട്ടേക്ക് അയക്കാനുള്ള ഒരു പരിധി കൂടി അവിടെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഈ ധരാലി മേഖലയിൽ മാത്രമല്ല, സുഖി ടോപ്പ് എന്ന് പറയുന്ന മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലും മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ വലിയ മഴ എന്നുള്ളതിലുപരി വലിയ രീതിയിലുള്ള ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ കമ്മീഷണർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകുന്ന വിവരം. അത് വളരെ ആശ്വാസം നൽകുന്ന വിവരമാണ്. പക്ഷേ നമ്മൾ ധരാളിയിൽ കാണുന്നത് മറ്റൊരു കാഴ്ചയാണ്. നിരവധി ആളുകൾ ഈ ഒട്ടും മുന്നറിയിപ്പില്ലാതെ വളരെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഖീർഗംഗ നദിയെ നമ്മൾ കണ്ടതാണ്. ആ നദിയിലൂടെ വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ ഒരു മിന്നൽ പ്രളയം ധരാളി എന്ന് പറയുന്ന ഗ്രാമത്തെ തുടച്ചു നീക്കിക്കൊണ്ട് പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. തൊട്ടടുത്തുള്ള ആളുകളെ പോലും രക്ഷിക്കാൻ വേണ്ടി അലറി വിളിച്ചുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടുന്ന ആളുകളെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. നമ്മൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അത് നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ് മലയാളികൾ. അതിനുശേഷം ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉത്തരകാശിയിലെ ധരാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമ്മൾ വീണ്ടും കാണുകയാണ്. വളരെ ആശങ്കപ്പെടുത്തുന്ന ദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ അവിടുന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ തൊട്ടടുത്തുള്ള ഈ ധരാലി എന്ന് പറയുന്ന ഗ്രാമം ഹർഷിൽ എന്ന് പറയുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറിയ 5-10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രദേശങ്ങൾ കിടക്കുന്നത്. നമുക്ക് ഏറ്റവും ആശ്വാസകരമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഈ അപകടമുണ്ടായി, ഈ ദുരന്തമുണ്ടായി, മിന്നൽ പ്രളയമുണ്ടായി 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇന്ത്യൻ ആർമിയുടെ സംഘങ്ങൾക്ക് ആ പ്രദേശത്ത് എത്താൻ കഴിഞ്ഞു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ 15 മുതൽ 20 ആളുകളെ വരെ ഇപ്പോൾ അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 100 ആളുകളെ ഇപ്പോൾ കാണാനില്ല എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. എന്നാൽ 250 മുതൽ 300 ആളുകൾ വരെ ഈ ചെളിക്കുണ്ടിൽ പെട്ടുകിടപ്പുണ്ട്. അതിനകത്ത് ഈ കെട്ടിടാവശിഷ്ടങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വിവരം, ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വിവരം. ഇവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രദേശത്ത് കനത്ത മഴ തുടരുന്നത്. ഈ കനത്ത മഴ ഇന്നും നാളെയും ശക്തമായി തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഈ പ്രദേശത്ത് ഈ മേഘവിസ്ഫോടനം ഉണ്ടായ പ്രദേശത്ത് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത മഴ ഉണ്ടാകുമെന്ന്
ആളുകൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇത്തരത്തിലൊരു അതിശക്തമായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും ഉണ്ടാകുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് വളരെ ഈ ഖീർഗംഗ നദി ഒഴുകി വരുന്ന പ്രദേശത്ത് ആ നദിക്കരയിലൊക്കെ ആളുകൾ നിന്നിരുന്നതും ഈ പെട്ടെന്ന് കുത്തിയൊലിച്ച് ഒരു ജലപ്രവാഹം വരുന്നത് കണ്ട് ആളുകൾ ജീവരക്ഷാർത്ഥം ഓടുന്നതുമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ തീരെ പ്രതീക്ഷിക്കാതെ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മിന്നൽ പ്രളയമായി അത് മാറി ഒരു ധരാളി എന്ന് പറയുന്ന ഒരു സാധാരണ ഗ്രാമത്തെ മൊത്തം തുടച്ചു നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടക്കമുള്ള ദേശീയ നേതാക്കൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. വേണ്ടതെല്ലാം ചെയ്യുമെന്നും ഇന്ത്യൻ ആർമിയെയും ഇന്ത്യൻ എയർഫോഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലുകളും രക്ഷാപ്രവർത്തനവും നടത്തുമെന്ന് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും പ്രദേശത്തേക്ക് വിട്ട് രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കുമെന്ന് കോൺഗ്രസ് പാർട്ടിയും ഇപ്പോൾ തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന തുടങ്ങിയിട്ടുള്ള ITBP 3 സംഘം ITBP ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ളവർ ഈ പ്രദേശത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നതെന്ന് പറയുന്നത് അവിടുത്തെ റോഡ് കണക്ടിവിറ്റി പൂർണ്ണമായും നശിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK സുധാംശു ആ കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ റോഡും മറ്റ് പാലങ്ങളും പുനർനിർമ്മിക്കുക, എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി പറയുന്നത്. അതുപ്രകാരം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൻ്റെ അതേസമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ഇന്ത്യൻ ആർമിയുടെ സേനാംഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പാലങ്ങളും ബെയിലി പാലം അടക്കമുള്ള കെട്ടി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ എത്രയും വേഗം ഈ ദുരന്ത സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അവിടെ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടത്താൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചോപ്പറുകൾ ഉപയോഗിച്ച് സേനാംഗങ്ങളെ എയർലിഫ്റ്റ് ചെയ്ത് അവിടുന്ന് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. അപർണ, അഭിലാഷ്, റോഡുകൾ ഒലിച്ചു പോകുന്ന രംഗങ്ങൾ പുറത്തേക്ക് വരുന്നു. 50-ലേറെ ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ അടക്കം ഒലിച്ചു പോയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ എത്രയാണ് ഇതിനൊരു ഡെത്ത് ടോൾ എന്ന് തന്നെ അറിയാൻ കഴിയാത്തൊരു സാഹചര്യം. മണ്ണിനടിയിൽ എത്ര പേർ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുള്ളത്. ഈ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അവർ എവിടെ നിന്നെല്ലാം ഉള്ളവരാണ്? ഇതിന്റെ എന്തെങ്കിലും ഒരു കണക്കുകളുണ്ടോ? കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടോ? നേരത്തെ ഈ നദിക്കരയിൽ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നതുകൊണ്ട് തന്നെ നദിക്കരയിലുള്ള ആളുകളോടൊക്കെ മാറി താമസിക്കാനായിട്ട് ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള ഇത്തരത്തിലൊരു പ്രളയമൊക്കെ ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോഴും ഈ അപകടം ഉണ്ടാകുമ്പോഴും 300 മുതൽ 350 ആളുകൾ വരെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അപർണ ഇപ്പോൾ ചോദിച്ചത്. അവിടെ ഇത് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ള ആളുകൾക്കപ്പുറം സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ ആ പ്രദേശത്തുണ്ടോ എന്നുള്ളത്, ആ കാര്യത്തിലൊക്കെ ഒരു വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടോ, രാജ്യാന്തര ടൂറിസ്റ്റുകളുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിലായിരിക്കും നമുക്ക് ലഭിക്കുക. എന്തായാലും അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കരുതുന്ന ആളുകളെ രക്ഷിക്കുക, അവരെ രക്ഷിക്കാനായിട്ടുള്ള റോഡ് നിർമ്മിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഏറ്റവും